ഹായ് ഫ്രണ്ട്സ്. ഏറ്റവും ബെസ്റ്റ് പേയ്മെന്റ് ഗേറ്റ്വേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവരും പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസർ പേ ആണ്. റേസർ പേ എല്ലാവരും എടുത്തു പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് വളരെ യൂസ് ചെയ്യാൻ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് റേസർ പേ എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസർ പേന്റെ സപ്പോർട്ടാണ്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ടീമാണ് അവരത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പോലും അവർ തിരിച്ചൊരു കോൾ ബാക്ക് ചെയ്ത ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്ത് തരുന്ന രീതിയിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ടീമാണ് റേസർ പേന്റ് എന്ന് പറയുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസർ പേയിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ തന്നെ നമുക്ക് ഓട്ടോമേഷനും സെറ്റപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതും റേസർ പേന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇത്രയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലരും സ്റ്റെക്ക് ആവുന്ന ഒരു സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KYC കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. പലരും ആ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിൽ എത്തുന്ന സമയത്താണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് KYCക്ക് വേണം, KYC എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പൊ അവിടെ സ്റ്റെക്ക് ആവുകയും അത് പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പൊതുവെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും റെസർ പേയിൽ അക്കൗണ്ട് എടുക്കുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യാൻ വേണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഫസ്റ്റ് ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതൊരു വെബ്സൈറ്റ് ലിങ്കാണ് റേസർ പേയുടെ തന്നെ. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ബിസിനസ് ടൈപ്പിനെ റേസർ പേ സപ്പോർട്ട് ചെയ്യുന്നുള്ളതും അതുപോലെ തന്നെ ഓരോ ബിസിനസ് ടൈപ്പിനും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളതും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കൂടെ തന്നെ ഞാനൊരു PDF-ന്റെ ഒരു ചെക്ക് ലിസ്റ്റ് PDF-ഉം കൂടി കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ ആദ്യം തന്നെ കളക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം മാത്രം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഒപ്പം ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ തന്നെ മറ്റൊരു ലിങ്കും കൂടി കൊടുക്കുന്നുണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള. ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു രണ്ടോ മൂന്നോ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ KYCയും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ അക്കൗണ്ടിന്റെ ഓൺ ബോർഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് റെസിർ പേ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് എസ്പെഷ്യലി ഓൺ ബോർഡിങ്ങിലോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിലോ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.